ഹായ് ഗൈസ്, എല്ലാവർക്കും ടെസ്സാ റോസ്വൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകൂടിയിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഗൈസ്, നമ്മുടെ ടെസ്സ ബേബിയും കൂട്ടി ആദ്യമായിട്ട് മുടി വെട്ടാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. കുറേ ദിവസമായി ബ്യൂട്ടി പാർലറിൽ പോയി മുടി വെട്ടണമെന്ന് പറയുന്നു. അങ്ങനെ പോയതാണ്. അതിനിടയ്ക്ക് നമ്മുടെ പെട്രോളൊന്ന് തീർന്നു വണ്ടിയുടെ. അപ്പോൾ അതിനിടയ്ക്ക് അതെല്ലാം സെറ്റാക്കി നമ്മളങ്ങനെ ഫൈനലി ബ്യൂട്ടി പാർലർ എത്തിയിരിക്കുകയാണ്. ഇത് ബ്യൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറാണ്. പൊൻകുന്നത്തുള്ള ഒരു ബ്യൂട്ടി പാർലറാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. കാരണം അതുപോലെ രസമുണ്ട് അവിടുത്തെ വർക്കുകളൊക്കെ കാണാൻ. ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വർക്കുണ്ടായിരുന്നു, ഓണറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്യാതെ പോയത്. അങ്ങനെ നമ്മുടെ കൊച്ച് മുടി വെട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊക്കെ വീട്ടിൽ വെച്ച് വെട്ടാൻ ഒട്ടും സമ്മതിക്കില്ല. ആൾ ഓടും, എന്തെങ്കിലുമൊക്കെ പണികൾ കാണിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും കുസൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി വെട്ടിയാൽ എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആളെന്താ മര്യാദ രാമയായിട്ട് ഇതാ ഇരിക്കുന്നത് കണ്ടില്ലേ, മുടി വെട്ടാൻ സമ്മതിക്കുന്നു, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ ചേട്ടന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പേരെന്നാ, പിന്നെന്താ, സുന്ദരിയാക്കട്ടെ, ലിപ്സ്റ്റിക്ക് ഇടുന്നോ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ പിള്ളേരെ കയ്യിലെടുക്കാൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വേണമല്ലോ, സംസാരങ്ങളൊക്കെ. അത് ആ ചേട്ടൻ നല്ലപോലെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് കൊച്ച് മറുപടി എല്ലാം കൊടുത്ത് അവർ രണ്ടും ഭയങ്കര കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുടി വെട്ടുന്ന കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലായ്മയൊന്നും കാണിച്ചില്ല. മുടി വെട്ടാൻ സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കാൻ ഇടയ്ക്ക് ഈ ചീപ്പ് കൊള്ളുന്നതുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് കൊച്ച് കാണിക്കുന്നുണ്ട്. എങ്കിലും സാരമില്ല, നമ്മുടെയൊക്കെ അടുത്ത് നിൽക്കുന്നതിന് ബെറ്ററായിരുന്നു. ഭയങ്കര മിടുക്കിയായിരുന്നു അവൾ മുടി വെട്ടാനൊക്കെ സമ്മതിച്ച്. അപ്പോൾ അങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അയാൾ മലയാളിയല്ല, വേറെ ഏതോ ഭാഷക്കാരനാണ്. പക്ഷേ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഭാഷ അങ്ങനെയാണ്. നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ മലയാളം പഠിപ്പിക്കുന്നതിന് ഭയങ്കര മിടുക്കരാണ്. മലയാളമല്ല, എന്ത് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലും മിടുക്കരാണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ആളൊരു റിമോട്ട് കണ്ടു. റിമോട്ട് മൊബൈൽ ഫോണൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വീക്ക്നെസ്സുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഇയറാണ്, ടപ്പോന്നെറിയും. പക്ഷേ ആ ചേട്ടന് അത് എടുത്തു കൊടുത്തപ്പോൾ ഞാൻ ഓർത്തു ഇത് വർക്കിംഗ് ആയിട്ടുള്ളതാണോ. അപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞു വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു. ഇതുപോലുള്ള പിള്ളേരൊക്കെ വരുമ്പോൾ കളിക്കാനായിട്ട് കൊടുക്കാനെടുത്ത് വെച്ചതായിരിക്കും. പിന്നെ അതുമായിട്ടുള്ള പണിയായി. അത് കണ്ട് സന്തോഷമായി. റിമോട്ടൊക്കെ കിട്ടിയപ്പോൾ ഇതിന് സന്തോഷമായി. അപ്പോൾ അതെല്ലാം ഞെക്കിക്കൊണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആ ബ്യൂട്ടി പാർലറിൻ്റെ ഭാഗങ്ങളൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒത്തിരി എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായില്ലല്ലോ എന്നോർത്ത് എടുത്തു. അങ്ങനെ ഫൈനലി നമ്മുടെ കൊച്ചിൻ്റെ മുടി വെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ സുന്ദരി ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേനും ആ ചേട്ടന് ഒന്ന് പോസ് ചെയ്തൊക്കെ തന്നെ. അതിനിടയ്ക്ക് ഞാനൊന്ന് ത്രെഡ് ചെയ്തു കേട്ടോ. ത്രെഡ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ തന്നെയല്ല വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നമ്മളൊരു ചെറിയൊരു ചായയൊക്കെ കുടിക്കാമെന്ന് ഓർത്ത് നമ്മുടെ പൊൻകുന്നക്കാരനെയും കാഞ്ഞിരപ്പള്ളിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ കൊട്ടാരം ബേക്കേഴ്സിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ അറിയാതെ അപ്പയുടെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴായിരിക്കും വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും അത് കാണുന്നത്. പിന്നെ കൊച്ചിൻ്റെ എൻ്റെ എടുക്കാൻ പറ്റില്ല, കാരണം ഞാനാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ ബർഗറാണ് വാങ്ങിച്ചത്. കൊച്ചിൻ്റെ ടെസ്സൊക്കെ അത് ഇഷ്ടമായിരുന്നു. അവൾ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളത് നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ അപ്പയുടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അവസാനം അവൾക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ബലൂണുകളൊക്കെ കടകളിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബലൂൺ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. അത് വീട്ടിൽ തൊട്ടേ ഉണ്ടായിരുന്നു ബലൂൺ വേണമെന്ന്. അത് കഴിഞ്ഞ് കടകളിലൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരുപാട് വഴക്കായി. അപ്പം പിന്നെ അത് വാങ്ങിക്കാൻ പോകണം. അതിനിടയ്ക്ക് നമ്മുടെ പൊൻകുന്നം ടൗണാണ് കേട്ടോ ഈ കാണുന്നത്. ഈ രാത്രിയിലൊക്കെ നല്ല രസമല്ലേ, ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ എന്നാ ഒരു രസമല്ലേ കാണാൻ. അപ്പം നമ്മുടെ ബലൂണും പിന്നെ പതാകയോ, അന്ന് സ്വാതന്ത്ര്യദിനമായിരുന്നു, അപ്പോഴാണ് നമ്മൾ പോയത്. പതാക അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ഒരു കള്ളച്ചിരി പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു 8 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലോട്ട് പോകാനായിരുന്നു. കാരണം നമ്മുടെ വണ്ടിയിലെ ഇടയ്ക്ക് പെട്രോൾ തീർന്നുകൊണ്ട് ചെറിയൊരു താമസം വന്നിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ടെസ്സ ബേബി ഉറങ്ങി, ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ ടെസ്സ ബേബി ഉറങ്ങി. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വേണം എണീപ്പിക്കാൻ. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.